പ്രധാനമന്ത്രിക്ക് വേറിട്ടൊരു സമ്മാനമൊരുക്കി വയനാട് ബത്തേരി സ്വദേശി പ്രസീദ്. പാടിയാട്ടിലാണ് വയനാട് ബത്തേരി സ്വദേശി പ്രസീദ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒരുക്കിയത്. പ്രധാനമന്ത്രിക്ക് വേറിട്ടൊരു സമ്മാനമാണ് ഇത്. പാടിയാട്ട് കലാകാരനും കർഷകനുമായ തയ്യിൽ പ്രസാദിൻ്റെ 11ാമത് നെൽച്ചിത്രമാണിത്. വയലുകളിൽ ഗംഭീര ചിത്രങ്ങൾ ഒരുക്കുന്ന പ്രസീദ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായാണ് ചിത്രമൊരുക്കിയത്. 40 മീറ്റർ നീളത്തിലും 30 മീറ്റർ വീതിയിലുമാണ് നമ്പിക്കൊല്ലി പാടശേഖരത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആർട്ടിസ്റ്റ് പ്രസാദ് ബത്തേരിയുടെ സഹായത്തോടെ നിർമ്മിച്ച ചിത്രത്തിന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയോടുള്ള കടുത്ത ആരാധനയാണ് അങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ പ്രസാദിനെ പ്രേരിപ്പിച്ചത്. ഈ പാടത്ത് 11ാമത്തെ പാടിയാട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്റെ പാടിയാട്ട് ചെയ്തിരിക്കുന്നത്. 75ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പാടിയാട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ മക്ക, മദീന, അതേമാതിരി ജീസസ് ക്രൈസ്റ്റ്, ബുദ്ധൻ, ഗുരുവായൂർ കേശവൻ, പ്രണയമീനുകൾ, ഇങ്ങനെ ആദിയോഗി, ഇങ്ങനെ ഏകദേശം 11ാമത്തെ ചിത്രമാണ് ഇത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ചെയ്തതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. കടും വയലറ്റ് നിറത്തിലുള്ള കലാപത്തി, ഇളം വയലറ്റ് നിറത്തിലുള്ള ഡാബർശാല, പച്ച നിറമുള്ള കൃഷ്ണകൗമുദ് തുടങ്ങി 5 നെൽവിത്തനങ്ങളാണ് ചിത്രത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പാടത്ത് 105 നെൽവിത്തുകളാണ് വിതച്ചിരുന്നത്. ഇവയിൽ ചിത്രത്തിന് ആവശ്യമായവ പിന്നീട് മാറ്റി നടുകയായിരുന്നു. ഹ്യൂമൻ ഫിഗർ ആണ് നമ്മൾ പ്രാവശ്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരാളുടെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ശ്രേഷ്ഠനായ ആളായിരിക്കണത്. അപ്പോൾ ഒരു മാതൃകാപരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണല്ലോ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. മുൻപ് നമ്മൾ 11 ചിത്രങ്ങളിൽ ഇതിൽ ഓരോ വർഷവും ഓരോ പ്രത്യേക തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. നമ്മൾ 3D ചെയ്തു, പിന്നെ സിംഗിൾ കളർ ചെയ്തു, മൾട്ടി കളർ, പിന്നെ ഹ്യൂമൻ ഫിഗറുകൾ തന്നെ വേറെ ചെയ്തിട്ട് വിവേകാനന്ദ പോലുള്ള പല ചിത്രങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾക്കിപ്പോൾ മറക്കാൻ പറ്റാത്തത് പ്രണയമീനുകളാണ്. പ്രണയമീനുകൾ വെച്ചാൽ 3D ഇമേജിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഓരോ കളറുകളും ഓരോ പ്രത്യേകമായിട്ടുള്ള തട്ടുകളായിട്ട് ഹൈറ്റ് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള 3D ഇമേജിലാണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭൂപടം മുതൽ ബുദ്ധൻ, ക്രിസ്തു, മക്ക, മദീന, ഓണപ്പൂക്കളം തുടങ്ങി നിരവധി ചിത്രങ്ങൾ പ്രസീദ് ഒരുക്കിയിട്ടുണ്ട്. നെൽവിത്തുകളുടെ റൈസ് മ്യൂസിയവും പ്രസീദ് ആരംഭിച്ചു. ഇന്ത്യയിലൊട്ടാകെ സഞ്ചരിച്ചാണ് വിത്തുകൾ ശേഖരിച്ചത്. 2023 മികച്ച കർഷകനുള്ള ദേശീയ സസ്യജനിതക പുരസ്കാര ജേതാവ് കൂടിയാണ് ഇദ്ദേഹം. ജനം, വയനാട്.